എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരയു പ്രകാശിനെ കണ്ടും കൂടെ ഇറങ്ങി വരുവാണ്. പിന്നീട് താരയുടെ മുറി ലക്ഷ്യമാക്കി അങ്ങോട്ട് പോകുന്ന സമയത്താണ് അവിടേക്ക് കിരൺ വരുന്നത്. കിരണിനെ കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി സരയുവിന് മാറാൻ പോലും പറ്റിയില്ല. പെട്ടെന്ന് കിരൺ അങ്ങോട്ട് വരുവാണ്. നീ എന്താടി ഇവിടെയെന്ന് ചോദിക്കാം. അതെന്താ, എനിക്ക് ഹോസ്പിറ്റലിൽ വന്നുകൂടെന്ന് ചോദിക്കാം. അതെ, പാതി ജീവനുമായിട്ട് അതെ താരാന്റെ അവിടെ കിടപ്പുണ്ട്, അപ്പൊ ആ ബാക്കി ജീവനും കൂടെ എടുക്കാൻ വന്നാണെന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. നീ വേണ്ട കൂടുതൽ പറയണ്ടെന്ന് പറയും. ഞാന് വിക്രത്തിന്റെ അച്ഛനെ കാണാൻ വന്നാന്ന് പറയും. പിന്നെ നീ വിക്രത്തിന്റെ അച്ഛനെ കാണാനായിട്ട് ഞാൻ ഇതങ്ങോട്ട് വിശ്വസിക്കണോ അല്ലേടിന്ന് ചോദിക്കാം. നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സരയു, മുമ്പത്തെ പോലെ എന്തെങ്കിലും തരികട പണി നീ താരാന്റിക്കെതിരെ ചെയ്താണ്ടല്ലോ, നിന്നെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. ഈ കിരൺ ആരാ നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറയും. പിന്നെ നീ എന്ത് ചെയ്യൂടാ, എന്ത് ചെയ്യുന്ന നമുക്ക് കാണിച്ചു തരാം. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ആ അച്ഛനെയും അമ്മേനും പറയണം. നിന്നെ വളർത്തി വലുതാക്കിയത് വഷളാക്കിയത് അവരാന്ന് പറയാം. ദേ എന്റെ അച്ഛനും അമ്മേനും പറഞ്ഞാണ്ടല്ലോ, നീ എന്ത് ചെയ്യൂടി? അല്ല നിനക്ക് നാണമുണ്ട്, നീ ഇതൊക്കെ ചെയ്യുവോ സരയു? നിന്റെ പെറ്റമ്മയല്ലേ ആ കിടക്കണേ? നീ ചോദിക്കണം. പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ള കാര്യല്ലേ, എന്നിട്ട് നിനക്ക് അവരെ എങ്ങനെ ഇല്ലാതാക്കാൻ തോന്നി ചോദിക്കാം. പിന്നെ എന്റെ പെറ്റമ്മ പോലും എന്നെ പ്രസവിച്ച അമ്മ ആരാന്നറിയാവോ? എന്റെ ശാരിയാണ്, എന്റെ ശാരിയമ്മയാ. അല്ലാതെ ആ കിടക്കുന്ന സ്ത്രീയൊന്നുമല്ല ആ മിണ്ടാൻ വയ്യാത്തെ. അവര് എന്തിനു കൊള്ളാന്ന് ചോദിക്കുകയാണ്. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവർക്ക് ഏതൊരു മോളുണ്ടെന്നല്ലേ പറഞ്ഞേ, നിന്റെ അച്ഛനിലുണ്ടായ മോള്. അവൾ ഏതാന്ന് പോയി കണ്ടുപിടിച്ച് കൊടുക്കടാ, അല്ലാതെ ആ കുറ്റം എന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും ദേഷ്യം വന്നും കിരൺ പറഞ്ഞു, അങ്ങനെ എന്തേലും ഒരു അഭിയുഗത്തിൽ അവർക്ക് ഒരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അച്ഛന്റെ കുഞ്ഞ് തന്നെ അടി, അല്ലാതെ എന്റെ അച്ഛന്റെ അല്ല എന്ന് പറയണം. സാരി പറഞ്ഞാടാ നീ എന്ത് പറഞ്ഞടാ എന്നും ചോദിച്ചിട്ട് കിരണിന്റെ കോളറിന് കയറി പിടിക്കണം. കിരൺ എന്ത് ചെയ്യണം, അവളെ അങ്ങോട്ട് തള്ളി വിടുവാണ്. അവൾ ആ ഖസാരിലേക്ക് പോയി ഇടിച്ചു വീണു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്ര സമയം പെണ്ണാളൊന്ന് കരുതി ഞാൻ വെറുതെ വിട്ടെ. ഇനി എന്റെ മേക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ, നിന്നെ പച്ചയ്ക്ക് ഓടിയിട്ട് ഞാൻ കത്തിക്കൂന്ന് പറയാം. ഇത് കേട്ടപ്പോ സരയു പറഞ്ഞു, എടാ നിന്നെ ഞാൻ മര്യാദയ്ക്ക് പോടി അവിടെ നിന്ന് ഇറങ്ങി, ഇനി പരിസരത്ത് പോലെ നിന്നെ കണ്ടുപോയേക്കല്ലോ, കണ്ടാ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കിരൺ ദേഷ്യപ്പെട്ട് താരയുടെ മുറിയിലേക്ക് കയറി പോവാണ്. സരയു നാണം കേട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം കിരൺ ചെന്ന് കഴിഞ്ഞപ്പം താര തന്നെ മുറിയിലുണ്ടായിരുന്നുള്ളൂ. താരയുടെ എന്നിരിച്ചു, അല്ല അവൾ എന്തിയേ, കല്യാണി എന്തിയെ, അവളെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടാണല്ലോ ഞാൻ പോയത്. ഞാൻ പ്രത്യേകം പറഞ്ഞ ഒരിടത്തും പോയേക്കരുതെന്ന്, കാരണം ആന്റിനെ തനിച്ചാക്കിയേക്കരുന്ന്. അതൊന്നും കുഴപ്പമില്ല മോനെ. പിന്നെ അവളിവിടെ ഉണ്ടല്ലോ, ആ സരയു എന്ന് പറയുന്നവള്, അവൾ ഏത് നിമിഷം വേണേലും ഇങ്ങോട്ട് കയറി വരാം. ചിലപ്പോ ആന്റീനെ ഇനി കൊന്നൊന്നും വരാന്ന് പറയണം. എന്ത് വേണം ചെയ്യട്ടെ, അവൾ എന്റെ മോളല്ലേ, എന്ത് വേണം ചെയ്യട്ടെ, എന്നെ കൊല്ലുവാണെ കൊല്ലട്ടെ എന്ന് ആംഗ്യ ഭാഷയിലൂടെ താര പറയാം. ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു, അതങ്ങനെ അങ്ങ് ശരിയാകുമോ? അവളെപ്പോലൊരു ദുഷ്ട, അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. അവൾ ഇനിയും വരും. അവൾ ഒരു തവണ അവള് തോറ്റുപോയെന്ന് ഓർത്തുകൊണ്ട് അവൾ പിൻവാങ്ങുന്നവളല്ല. അവളുടെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്ന, പിടിച്ചടം കൊണ്ട് പോകുന്ന സ്വഭാവം. താര പറഞ്ഞു, അത് കുഴപ്പമില്ലാന്ന് പറയണം. കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി, താരാന്റിന് ഞങ്ങൾക്ക് വേണം. ഇതേ അവളെപ്പോലുള്ള ഫ്രോഡിനെ നശിപ്പിക്കാനുള്ളതല്ല ആന്റിയുടെ ജീവിതം. അതുകൊണ്ട് ആന്റിക്ക് ഒരു ആപത്തും വരുത്തല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എത്രയും പെട്ടെന്ന് ആന്റിനെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണം. ആന്റി ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്നെ ആപത്താന്ന് പറയാം. താര പറഞ്ഞു, അത് കുഴപ്പമില്ല മോനെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നെ ആരും കൊല്ലാനൊന്നും വരത്തില്ല എന്ന് പറയാം. അത് ആന്റിയുടെ വെറും തോന്നല് മാത്രമല്ലേ, അതൊന്നും അല്ല ആന്റി സത്യം. അവള് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞല്ലോ, അവൾ അത്രയ്ക്ക് ദുഷ്ടിയാ വരുത്തിയ. അവള് മാത്രല്ല അവളുടെ അച്ഛനെ കുറിച്ച് അറിയാവുന്ന കാര്യമല്ലേ. ഇനി ഞാൻ കൂടുതൽ ആന്റിയോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാർത്തി വരുവാണ്. കാർത്തി വന്ന് താരയോട് വിശേഷങ്ങളൊക്കെ തിരക്കുക. അതിനെല്ലാം ശേഷം കിരൺ സരയുവിനെ കണ്ട കാര്യം പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ കിരണെ ഇവിടെ ഇനിയിപ്പം താരാന്റെ ഇട്ടുകൊണ്ടൊക്കെ ശരിയാണോ? എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നല്ലേ നല്ലത്, അല്ലെങ്കിൽ ഒരാളെ ഇവിടെ നോക്കാനായിട്ട് ഏർപ്പാടാക്കി പോരെന്ന് ചോദിക്കാം. അത് ശരിയാ കാർത്തിയെ, പക്ഷെ ഇന്ന് ഡിസ്ചാർജ് ആവുന്നോണ്ടാ പിന്നെ ഞാൻ കൂടുതലൊന്നും ഞാൻ പറയാത്തെ, ഇവിടെ ആരെയും നിർത്താത്തെ. കുഴപ്പമില്ല, താരാന്റിനെയും കൊണ്ട് ഇന്ന് പോകാന്ന് പറയണം. പിന്നീട് വെച്ച് കല്യാണം എന്തെന്ന് ചോദിക്കുക. അവൾ പുറത്തേക്കാണ് പോയെന്ന് പറയണം. അതെ സൂക്ഷിക്കണം, ആ വിക്രം പുറത്തുണ്ട്, അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അതെ കല്യാണിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനില്ല, എന്നാലും കല്യാണിന്റെ ഒന്ന് സൂക്ഷിക്കാൻ പറയാൻ നല്ലതാ. അവനെ എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയാം. അതെ ഇതിനു മുമ്പ് കല്യാണിക്ക് ഇതിനേക്കാളും വലിയ വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷെ കല്യാണി പേടിച്ചിട്ടില്ല, അറിയാവോ. അവൾ നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ് കാർത്തിക.
അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല. അവളെ കൊല്ലാൻ വന്നാലും അവളെ ആർക്കും ഒന്നും ചെയ്യാണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിക്രത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവന് മുറിവേറ്റവനെ പോലെ ഇങ്ങനെ നടക്കുക. പോരാത്തന് അവന്റെ അച്ഛൻ ആ പടി കിടക്കുമല്ലേ. അപ്പൊ അതിനെ കൊണ്ടുള്ള ദേഷ്യമുണ്ട്. തെണ്ടി നടന്നിട്ടാണ് അവന്റെ അമ്മൂമ്മ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനുള്ള പണം കണ്ടെത്തുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചുമാൻ ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുമല്ലേ എന്ന് ചോദിക്കുക. ഈ സമയം കിരൺ പറഞ്ഞു, അവൻ ചെയ്തതിനുള്ള കൂലി അവന് കിട്ടിക്കൊണ്ടിരിക്കണേ, ഇനി അവന് കിട്ടാൻ പോകുന്നുള്ളൂ പറയണം. കാർത്തി പറഞ്ഞു, അത് ശരിയാ, അവന് ഇത്തിരി ഒന്നും കിട്ടിയാലൊന്നും അവൻ പഠിക്കില്ല. അവന് നല്ല കാര്യമായിട്ട് തന്നെ കിട്ടണം, എങ്കിൽ മാത്രം അവൻ പഠിക്കുള്ളൂ എന്ന് പറയണം. പിന്നെ കല്യാണിനോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്കണം കേട്ടോ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അത് കേട്ടതും കിരൺ പറഞ്ഞു, കല്യാണിന്റെ കാര്യത്തിൽ എനിക്ക് പെടില്ല, പക്ഷെ കാർത്തിക സൂക്ഷിച്ചും കണ്ട് നടക്കണം. അവൻ വെറുതെ ഇരിക്കുന്നവനല്ല, അവൻ പ്രതികാരദാഹിയായിട്ട് നടക്കുമെന്ന് പറയണം. പിന്നെ കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് കാർത്തി അവിടെ നിറങ്ങണേ. കാർത്തി അങ്ങനെ ഹോസ്പിറ്റലിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വിക്രം അങ്ങോട്ട് വരുവാണ്. കാർത്തിയുടെ അടുത്തേക്ക് വന്നു. ഓഹോ, അപ്പൊ എല്ലാം ആക്കി വെച്ചിട്ട് എന്റെ അച്ഛനെ തളർത്തി കിടത്തിട്ട് വീണ്ടും നീ എന്റെ അച്ഛനെ കാണാൻ വന്നേക്കോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കാർത്തി പറഞ്ഞു, ആര് കാണാൻ വന്നു? നിന്റെ അച്ഛനെ പോലൊരു ദുഷ്ടനെ ആര് കാണാൻ വന്നടാ? ഞാനോ? അതിന് ഞാൻ രണ്ടാമതൊന്നും ജനിക്കണം. ഞാൻ കാണാൻ വന്ന വേറൊരാളെ കാണാൻ വന്ന, അല്ലാതെ നിന്റെ അച്ഛനെ കാണാൻ വന്നൊന്നുമല്ല. അയാളെ ഞാൻ എന്തിനാടാ കാണുന്നേ? അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് അയാൾ കിടക്കുക. അയാളങ്ങ് മുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോണം. പോയില്ലെങ്കിൽ ഞാൻ അയാളെ തീർക്കൂന്ന് പറയണം. പിന്നെ നിനക്കറിയാലോ, ഇത്ര നാളായിട്ട് നിനക്ക് സ്വന്തമായിട്ട് 5 പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ പ്രായമായ അമ്മൂമ്മ ആ നാടൊട്ടൊക്കെ തെണ്ടി നടക്കും. എന്തിനാന്നറിയാമോ? മകന്റെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അയാൾ മരിച്ചു പോവാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൂടെ ആ അമ്മൂമ്മ തണ്ടേണ്ടി വരുമല്ലോ. നീ ഒരു കൊച്ചുമാനാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാടാന്ന് ചോദിക്കണം. ഇത് കേട്ടതും വിക്രത്തിന് ദേഷ്യം വരും. എടി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കാർത്തിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടാന്ന് നോക്കണം. ആ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. കിരൺ കണ്ട് ഈ കാഴ്ച എടാന്നും പറഞ്ഞ് അലറി വിളിച്ച് അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് കാരണം തീർത്ത് കൊടുക്കുകയാണ് വിക്രത്തിന്. പിന്നെ തലങ്ങും വിലങ്ങും അടിക്കും ഇടിക്കും തൊഴിക്കും എല്ലാം ചെയ്യുവാണ്. അവസാനം കാർത്തി പറഞ്ഞു, വേണ്ട കിരണേ, ഇനി ഇപ്പൊ തല്ലിയിട്ടുണ്ട് അവൻ ചത്തുപോന്ന് പറയാം. അവൻ ചത്തുപോട്ടെ, അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. വിക്രം പറഞ്ഞു, അതെ കുറെ തല്ലി വാങ്ങിച്ച കുറെ വേദന എടുത്തിട്ടുള്ള, ഇനി എന്റെ നേർക്ക് കൈവയ്ക്കാണ്ടല്ലോ, എന്ത് ചെയ്യൂടാ നീ എന്ത് ചെയ്യാനാ പോന്നേ? കാർത്തികയുടെ കഴുത്തിന് കയറി ഞെക്കി പിടിക്കുന്നീല്ലേ? ഇവൾ ആരാന്ന് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനെയും പച്ചയ്ക്ക് കത്തിക്കും. ഈ വിക്രത്തിനോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് വിക്രം തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. കിരണിനെയും കല്യാണിയെ കുറിച്ചൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണമല്ലോ അളിയാ. അതെ, ആ കല്യാണി എന്നെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ കായിക ബലത്തിലൂടെ അവളെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയാം. എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, അവൾക്ക് നേരത്തെ തന്നെ നല്ല ജോലി എടുത്ത് നല്ല കയ്യിലൊക്കെ നല്ല തഴമ്പുണ്ട്. അവളുടെ കൈ വെച്ചൊരു തല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടത്തിന് അടിക്കുന്ന പോലെ എന്ന് പറയാം. ഞാനൊക്കെ ആണെങ്കിൽ വെറുതെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവൾ അധ്വാനിക്കുമായിരുന്നു. അതിൻ്റെതായ അറിയാനുണ്ടെന്ന് പറയാണ്. അതുകൊണ്ട് ആ രീതിയിൽ അവൾ തോൽപ്പിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചാൽ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് 2 ശവം അവിടെ പൊങ്ങണം. അത് കണ്ടിട്ട് എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ അവര് വാവിട്ട് നിലവിളിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്റെ കാത്തിരിപ്പെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, എടാ ഇതൊക്കെ അപകടം പിടിച്ച പണിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത്ര റിസ്ക് ആയിട്ട് എടുക്കണം. പണം വേണം. പണത്തിന് വേണ്ടിയിട്ട് എവിടെയും കൊള്ളയടിക്കാൻ എനിക്ക് സമ്മതമാണ് എന്നൊക്കെ വിക്രം പറയണം. കൂട്ടുകാർക്ക് എന്തെന്നില്ല സന്തോഷം. തങ്ങളുടെ വൈബിനൊത്ത ഒരാളും കൂടെയാണല്ലോ വന്ന് ചേർന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. കുറച്ച് നാളത്തേക്ക് വിക്രം വലിയ MD ആണെന്നൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറമ്പോച്ചണിഞ്ഞ് നടന്ന. അപ്പൊ ഈ കൂട്ടുകാരന്മാരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ അതിനെല്ലാം ശേഷം ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നേരെ അവന്മാരുടെ അടുത്തേക്ക് എത്തിയേക്കുവാണ്. പിന്നീട് വിക്രം പറഞ്ഞു, എന്ത് ചെയ്തിട്ടാലും കുഴപ്പമില്ല, എനിക്ക് അവനെ അവളെ ഇല്ലാതാക്കണം എന്ന് പറയാം. ശരി, നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ അവന്മാര് പറയണം. പിന്നീട് വിക്രം നേരെ വീട്ടിലേക്ക് തിരികെ പോരുവാണ്. ആ സമയത്ത് താര എന്ത് ചെയ്യുക? താര നേരെ വീട്ടിലേക്ക് പോരുവാണ്. പോരുന്ന വഴിക്ക് താരയുടെ മനസ്സിലെ പഴവല്ല ചിന്തകളൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇന്ന് അവർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവും. അങ്ങനെ ഡിസ്ചാർജ് ആയ പിന്നെ തനിക്ക് ഒരിക്കലും അവരെ കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ കണ്ടില്ലെങ്കിൽ അവരുടെ കഥ കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. എന്താ ചെയ്യണ്ടേ? ഡ്രൈവറോട് പറഞ്ഞു വണ്ടി തിരിച്ചു വിടാൻ പറയാണ്. കേൾക്കേണ്ട താമസം വണ്ടി ഡ്രൈവർ തിരിച്ചു വിടുവാണ്. നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ സരിയു ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനുമാണ് കിരൺ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടേ. പെട്ടെന്ന് സരിയു അങ്ങോട്ട് മാറി നിൽക്കുക. ഇവൻ പോയില്ലായിരുന്നു ഇതിലായിട്ടും. പിന്നീട് കിരൺ അങ്ങോട്ട് ഫോൺ വിളിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും സരിയു അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമോ. ഈ സമയത്ത് കിരണിന്റെ ചില സംശയങ്ങൾ തോന്നി കിരൺ ഇങ്ങനെ നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആരെയും കണ്ടില്ല. ഇനിയിപ്പൊ തനിക്ക് തോന്നിയതായിരിക്കോ. പിന്നീട് കിരൺ വീണ്ടും അങ്ങോട്ട് ഫോൺ വിളിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം
സരിയു എന്ത് ചെയ്താ നേരെ താരയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ താരയുടെ മുറിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം വേറൊരു മുറി കയറി, മുറി മാറി കയറി. അപ്പൊ അവിടുത്തെ നേഴ്സ് പറഞ്ഞു, അതെ ആരെ അന്വേഷിച്ചാന്ന് പറയണ. പെട്ടെന്നാണ് കട്ടിലെ കിടക്കുന്ന രോഗിനെ കണ്ട. അയ്യോ സോറി, റൂം മാറിപ്പോയതെന്ന് പറഞ്ഞ് അവളോട് ഇറങ്ങുവാണ്. പിന്നീട് നേരെ പോകുന്ന താരേനെ കിടത്തിയിരിക്കുന്ന മുറിയുടെ അങ്ങോട്ടേക്കാണ്. അങ്ങനെ അവിടെ ചെന്നു ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോന്ന് ഇല്ല. അപ്പൊ അതൊക്കെ അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറുമ്പോഴത്തേനും താര ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. സരുവിനെ കണ്ടത് താരയ്ക്ക് ഭയങ്കര സന്തോഷമായി. മോളെ വരാൻ, അടുത്തേക്ക് വരാനൊക്കെ പറഞ്ഞ് വിളിക്കണം. കേൾക്കേണ്ട താമസം സരു അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് പറഞ്ഞു, ഇനി ഒരിക്കലും നീ ആരോടും പറയരുത് ഞാൻ നിങ്ങളുടെ മോളാന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇപ്പൊ കൂടുതൽ നിങ്ങളെ വെച്ചോണ്ടിരിക്കുന്നില്ല, നിങ്ങളെ ഞാൻ മുകളിലേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് സരു താരയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ്. സരു കൈകാലിട്ട് അടിക്കുക. ഒരു കാര്യം ഉറപ്പായി, സരുവിനിട്ടുള്ള പണിയായിട്ട് കിരൺ മടങ്ങിയെത്തും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ താരയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. താരം മരണത്തിലേക്ക് പോവോ അതോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവോ, അതിനു മുമ്പ് കിരൺ വന്ന് രക്ഷിക്കുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ കിരൺ അങ്ങോട്ടേക്ക് അപ്പത്തന്നെ കയറി വരുമായിരിക്കും. എന്നാ പിന്നെ കോള സരുവിന്റെ കാര്യത്തില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.